നമ്മുടെ ഇന്നത്തെ രാത്രി നാളെ വരാൻ പോകുന്ന രാവിനേക്കാൾ ശ്രേഷ്ഠമാണ്. നമ്മുടെ ഇന്നലെ ഇന്നിനേക്കാൾ ശ്രേഷ്ഠമാണ്. അന്ത്യനാളിനോടടുക്കുമ്പോൾ ഓരോ ദിവസവും ഒന്ന് മറ്റൊന്നിനേക്കാൾ സ്ഥാനവും പുണ്യവും കുറഞ്ഞതായി കടന്നു വരുന്നു എന്ന് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളെ പഠിപ്പിക്കവേ ആനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പക്ഷേ നിരാശരാവാനല്ല, നമ്മൾ മോശക്കാരാണെന്ന് പറയാനുമല്ല. പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം മുദബ്ബിറുൽ ഉമൂറായ അല്ലാഹു, സർവശക്തനായ അല്ലാഹു സംവിധാനിച്ചത് അങ്ങനെയാണ്. എന്നാലും മുഅ്മിനീങ്ങൾക്ക് പല ദൗത്യവും ഇവിടെ ചെയ്യാനിരിക്കുന്നു. നമുക്ക് കടപ്പാടുകളുണ്ട്, ഉത്തരവാദിത്ത ബോധമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം കഴിയുമ്പോൾ ഹബീബായ തങ്ങൾ പറയുമായിരുന്നു, ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ബദഅൽ ഇസ്ലാമു ഗരീബാ, ഇസ്ലാം തുടങ്ങിയത് വിചിത്രമായിട്ടാണ്. എല്ലാവരും കള്ളു കുടിക്കുന്ന ഒരു ലോകത്ത് കള്ളു കുടിക്കാതെ നിന്നവരാണ് സ്വഹാബികൾ. അത്ഭുതമായിരുന്നു. എല്ലാവരും മുഴുകുടിയന്മാർ. രാവാകുമ്പോഴേക്കും ഇരുളുമുറ്റുമ്പോഴേക്കും നാലുകാലിൽ നടന്നിരുന്നൊരു സമൂഹത്തിലാണ് സ്വഹാബിമാർ അത് തൊടില്ല എന്ന് പറഞ്ഞത്. അത് കണ്ടപ്പോഴാണ് അവർ പറഞ്ഞത് ഗരീബ്, ദിസ് ഈസ് സംതിങ് സ്ട്രേഞ്ച്, ഇത് വളരെ വിചിത്രമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇന്ന് കുട്ടികളൊക്കെ അങ്ങനെ ചോദിക്കും, കോളേജിലൊക്കെ ക്യാമ്പസുകളിലൊക്കെ. അത് ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ നിനക്ക് നീ ആണെന്നെയാണോടോ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു പെണ്ണിന് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അവളോട് നീ പെണ്ണെന്നെ അല്ലേ? നന്മ ചെയ്യുന്നത് വിചിത്രമായി കാണുന്ന ലോകം അങ്ങനെയാണ്. തിന്മയുടെ ആധിക്യം വലോ അഅജബക കസറത്തുൽ ഖബീസ്, നബിയെ തിന്മയുടെ ബാഹുല്യം കണ്ടുകൊണ്ട് അങ്ങ് അത്ഭുതപ്പെട്ടാലും ശരി, ലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരുപോലെയല്ല. തിന്മ അല്ലാഹുവിന് ഇഷ്ടമല്ല, നന്മയാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. തിന്മകൾ എത്ര വർദ്ധിച്ചാലും ശരി നമുക്ക് നിരാശ തോന്നിപ്പോകും. നിരാശപ്പെടല്ലേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം തിരിച്ചുവരും, ഇസ്ലാം തിരിച്ചുവരും. അതിന്റെ ഊർജ്ജസ്വലതയോടുകൂടെ ഓരോ കാലഘട്ടത്തിലും തിരിച്ചുവരും. മറുകെ ഖത്ലെ ഹുസൈൻ ദർ അസുൽ മേ ദർ അസുൽ മർഗെ യസീദ് ഹൈ, ഇസ്ലാം ജിന്ദ ഹോതാ ഹൈ ഹർ കർബലാ के बाद. ഖത്ലെ ഹുസൈൻ ദർ അസുൽ മർഗെ യസീദ് ഹൈ. യസീദ് ബിൻ മുആവിയ, യസീദ് ബിൻ മുആവിയയുടെ കയ്യാലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ പുന്നാര പ്രിയപ്പെട്ട പേരമകൻ, ഫാത്തിമ ബീവിയുടെ പുണ്യമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഖത്ലെ ഹുസൈൻ, ഹുസൈൻ എന്നവർ വധിക്കപ്പെട്ടത് ദർ അസുൽ മർഗെ യസീദ് ഹൈ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം സത്യത്തിൽ യസീദിന്റെ വധമാണ്. യസീദാണ് അവിടെ കൊല്ലപ്പെട്ടത്, ഹുസൈൻ എന്നവരല്ല. ഹുസൈൻ എന്നവർ അവിടെ ഷഹീദായിട്ടുണ്ടെങ്കിലും അവിടെ സംഭവിക്കുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകന്റെ മരണമാണ് നടന്നത്. ഇസ്ലാം സിന്ദ ഹോതാ ഹൈ ഹർ കർബലാ കെ ബാദ്. ഓരോ കർബലക്ക് ശേഷവും ഇസ്ലാം സജീവമായി കൊണ്ടിരിക്കും. എല്ലാ കർബലക്ക് ശേഷവും ഇസ്ലാം ഉണർന്നുകൊണ്ടിരിക്കും. ലോകത്താകമാനം വലിയ യുദ്ധങ്ങൾ നടന്ന കാലഘട്ടമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം തന്നെ അമവി അബ്ബാസി ഭരണകാലങ്ങളിൽ, ഫാത്തിമി മംലൂക്കി ഭരണകാലങ്ങളിൽ, താർത്താർ മുസ്ലിം ലോകത്ത് പടയോട്ടം നടത്തിയപ്പോ, ലോകമഹായുദ്ധങ്ങൾ നടന്നപ്പോ, ലോകത്ത് അതിർത്തർക്കങ്ങൾ ഉണ്ടായപ്പോ, രാജ്യങ്ങൾ അതിർത്തികൾക്ക് വേണ്ടി യുദ്ധം ചെയ്തപ്പോ ഒരുപാട് മരണങ്ങൾ ഇതിന്റെ അടയാളമാണ്. പക്ഷെ മൊത്തത്തിൽ ഒരു സമൂഹത്തെ നോക്കിയാൽ അവരിൽ തിന്മകളുടെ ബാഹുല്യം കാണാൻ കഴിയും. തിന്മകളുടെ ആധിക്യം, മനുഷ്യ ശരീരം തിന്മയിലേക്ക് പോകുന്നതായി കാണാൻ കഴിയും. ഇവിടെ നിന്നുകൊണ്ടാണ് പുതിയൊരു തലമുറയുടെ സൃഷ്ടിപ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുള്ള സ്വഹാബിമാർ ഏതൊരു വിഷയം
ഉൾക്കൊണ്ടപ്പോഴാണോ അല്ലാഹു ഈ സമൂഹത്തിന് വിജയം കൊടുത്തത്, ആ ഒരു വിഷയത്തിലൂടെ മാത്രമേ നമുക്കും അല്ലാഹു വിജയം തരൂ. വല്ലാഹി ലൻ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിഹി അവ്വലുഹാ. ഈ സമൂഹത്തിന്റെ ആദ്യം ഏത് കാര്യം കൊണ്ട് ഈ സമൂഹത്തിന് വിജയമുണ്ടായോ ആ നന്മ ചെയ്തെങ്കിൽ മാത്രമേ പിൻഗാമികൾക്ക് വിജയമുണ്ടാവുകയുള്ളൂ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത്. മസ്ജിദുൽ താക്കോൽ, ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ ജെറൂസലേമിൽ നിന്ന് മഹാനവറുകൾ ഏറ്റുവാങ്ങുന്ന നേരം ജെറൂസലേമിലൂടെ കടക്കുമ്പോൾ അവിടെ ജബൽ ഉമർ ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു പള്ളി തന്നെ ഉണ്ട് അവിടെ, ജബൽ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോ അവിടെ നിസ്കരിച്ച പള്ളിയുണ്ട് അവിടെ. മഹാനവറുകൾക്ക് നിസ്കരിക്കാൻ ആവശ്യമായി വന്നപ്പോ അവര് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളുടെ ചർച്ചിൽ നിങ്ങൾക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാനിവിടെ നിസ്കരിച്ചാൽ പിൻഗാമികളായ മുസ്ലിമീങ്ങൾ പറയും ഞങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളുടെ ഭരണാധികാരി നിസ്കരിച്ച ചർച്ചാണിത്, ഇത് ഞങ്ങൾക്ക് വേണം, ഇത് ഞങ്ങളുടെ പള്ളിയാണ് എന്ന് പറഞ്ഞ് അവകാശവാദം വരും. എനിക്ക് വൃത്തിയുള്ള ഒരു സ്ഥലം കാണിച്ചു തന്നാൽ ഞാൻ അവിടെ നിസ്കരിക്കാമെന്ന് പറയുകയും അവിടെ ചർച്ച് ഓഫ് നാറ്റിവിറ്റി ആണോ ചർച്ച് ഓഫ് ഡേവിഡ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, ചർച്ച് ഓഫ് നാറ്റിവിറ്റി ആണെന്ന് തോന്നുന്നു, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മം നടന്നൊരു ചർച്ചുണ്ട്. അതിന്റെ തൊട്ടു മുമ്പിൽ ഏതാനും ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ പള്ളിയിലേക്കുള്ള ദൂരം അത്രയും അകലത്തിൽ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് ഉമർ. ആ യാത്രയിൽ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിടത്ത് പിൻഗാമികൾ ഉണ്ടാക്കിയ പള്ളിയാണത്. മസ്ജിദുൽ അഖ്സായിലേക്ക് കടന്നു പോകുമ്പോ കാലുകളിൽ ചെളിയുണ്ടായിരുന്നു, വസ്ത്രം തുന്നിപ്പറഞ്ഞ വസ്ത്രമായിരുന്നു. ഒട്ടകപ്പുറത്ത് ഉമർ തങ്ങളുടെ ഭൃത്യനാണ്, ഉമർ തങ്ങൾ താഴെയാണ്. ആ യാത്രയുടെ രംഗം നോക്കണം. ഖലീഫത്തുൽ മുസ്ലിമീൻ മേലെ നിന്ന് ബഹുമാനപ്പെട്ടവരുടെ ഒട്ടകം നയിക്കുന്ന ഗൈഡ് ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് പോകുമെന്നാ നമ്മൾ ധരിക്കുന്നത്. പക്ഷെ ഉമർ തങ്ങളും അദ്ദേഹവും തമ്മിൽ ടേംസ് ഉണ്ടായിരുന്നു. എന്താണത്? ഞാൻ 1 മണിക്കൂർ യാത്ര ചെയ്താൽ പിന്നെ നിങ്ങൾ യാത്ര ചെയ്യണം, ഞാൻ താഴെ ഇറങ്ങും. പിന്നെ ഞാൻ കയറും, നിങ്ങൾ താഴെ, പിന്നെ നിങ്ങൾ കയറും, ഞാൻ താഴെ ഇറങ്ങും. അങ്ങനെ ഊഴമായിട്ട് നമുക്ക് പോകാം. അങ്ങനെ ഉണ്ടാവും. ഒരു ഡ്രൈവർ ഉണ്ട്, ഒരാൾ എന്നെ പറയാം, കുറച്ച് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് നീ ഉറങ്ങിക്കോ. ഉമർ തങ്ങൾ അങ്ങനെ യാത്ര പോയത്. പക്ഷെ ആ ഊഴം ഇന്നത്തെ പോലെ GPS സിസ്റ്റത്തിലല്ലോ ഇത്ര മണിക്കൂർ കൊണ്ട് എത്തുമെന്നോ ഇത്ര കിലോമീറ്ററിന് ബാക്കിയുണ്ടെന്നോ നമുക്കൊരു മുൻകൂട്ടി ധാരണ ചെയ്യാൻ കഴിയില്ലല്ലോ. ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയപ്പോ സ്വഹാബി ഒട്ടകത്തിന്റെ പുറത്ത് ഉമർ തങ്ങൾ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഉമർ എന്നവരെ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കയറിയിരിക്കെ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇവര് വിചാരിക്കും ഞാനാണ് ഇവിടുത്തെ വലിയ അമീർ എന്ന്, ഞാനാണ് അമീറുൽ മുഅ്മിനീൻ, എന്നെ പറ്റി വിചാരിച്ചേക്കും. ഉമർ തങ്ങൾ പറഞ്ഞു, അവിടെ തന്നെ നിന്നു, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. അവർ കൂട്ടി ഓടി വന്നു, അമീറുൽ മുഅ്മിനീൻ ആ കോട്ടങ്ങ് ധരിച്ചാട്ടെ, ഒരു സ്യൂട്ട് തരാം, ആ കോട്ട് നിങ്ങൾ ധരിക്കണം. കാരണം ഈ കീറിപ്പറഞ്ഞ വസ്ത്രം ഇവിടുത്തെ പാത്രിയാർക്കീസുമാർ, കാരണം ലോകത്തെ ക്രിസ്ത്യാനിസത്തിന്റെ ആസ്ഥാനമാണെന്ന് ജെറൂസലേം. ഇന്നൊക്കെ നമ്മൾ റോം കാണുന്ന പോലെയാണ് അന്ന് ജെറൂസലേം അവർ കാണുന്നത്. അവിടെ പ്രഗത്ഭരായ ക്രിസ്തീയ പുരോഹിതന്മാർ മുഴുവനും വന്നിരിക്കാൻ. മുസ്ലിമീങ്ങളുടെ നേതാവ് ലോകം ഉമർ എന്ന് കേട്ടാൽ വിറക്കുമെന്ന് പറയാറുണ്ട്. മഹാനവറുകളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പറഞ്ഞു, ഉമർ എന്നവരെ ആ തുന്നി പിടിപ്പിച്ച വസ്ത്രം ഒന്ന് മാറ്റിയിട്ട് ഒരു ഓവർകോട്ട് ഒന്ന് ധരിച്ചൂടെ? പിന്നെ കാലിൽ ചെളിയുണ്ട്, കാരണം ഒരു പുഴ കടക്കേണ്ട, ചെറിയൊരു അരുവി, അവിടെ പുഴയില്ല പക്ഷെ ചെറിയ അരുവിയുണ്ട്. ആ വെള്ളത്തിലൂടെ ചെളിയിൽ ചെവിട്ടി നടന്നപ്പോ കാലിലൊക്കെ ചെളി പിടിച്ചിട്ടുണ്ട്. പറഞ്ഞു, ഉമർ എന്നവരെ ആ ചെളിയായതൊക്കെ നല്ല വസ്ത്രമൊക്കെ ഒന്ന് അണിഞ്ഞിട്ട് നല്ല ഭംഗിയിലങ്ങ് ചെന്നാൽ പോരെ? ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് ഞങ്ങൾ മുസ്ലിമീങ്ങളുടെ നേതാവിന്റെ കൈമാറാം, ഇവിടെ യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഉമർ തങ്ങളെ വിളിച്ചു വരുത്തിയതാണ്. അപ്പൊ എന്താണ്? കീറിപ്പറഞ്ഞ വസ്ത്രമാണ്, തന്റെ ഭൃത്യനാണ് ഒട്ടകപ്പുറത്ത്, കാലിൽ ചെളിയുണ്ട്. മഹാനായ ഫാറൂഖ് എന്നവർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടക്കുകയാണ്. മഹാനവറുകൾ ആ നേരത്ത് പറഞ്ഞ വാക്കാണ്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹുല്ലാഹ്. സ്വഹാബികളെ, നമ്മുടെ വസ്ത്രവിധാനത്തിലോ നമ്മൾ ധരിക്കുന്ന വിലപിടിപ്പുള്ള വസ്ത്രത്തിലോ നമ്മുടെ വാഹനത്തിലോ ശരീരത്തിന്റെ പ്രകടനങ്ങളിലോ അല്ല,
നമ്മുടെ അഭിമാനം കിടക്കുന്നത്. നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. നമ്മൾ മുസ്ലിമീങ്ങളായി ജീവിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അല്ലാഹു നമുക്ക് അഭിമാനം തന്നത്. മുസ്ലിമീങ്ങളായി ഇസ്ലാമിന്റെ സംസ്കാരം വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ചെറുപ്പക്കാരികളിൽ, നമ്മുടെ ആൺമക്കളിൽ, പെൺമക്കളിൽ, നമ്മുടെ കുടുംബിനികളിൽ, നമ്മുടെ ഭർത്താക്കന്മാരിൽ, നമ്മുടെ വാപ്പമാരിൽ, നമ്മുടെ ഉമ്മമാരിൽ ഇസ്ലാമിന്റെ സംസ്കാരം ഉണ്ടായപ്പോഴാണ് അല്ലാഹു നമുക്ക് അഭിമാനം തന്നത്. ومن ابتغى العزة في غيره أذله الله. ഇസ്ലാം മാറ്റിവെച്ച് മറ്റെന്തെങ്കിലും നമ്മൾ അണിയുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ ഈ ഉമ്മത്തിന് അല്ലാഹു മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ദ്യന്മാരായി കാണിച്ചു കൊടുക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ലോക മുസ്ലിമീങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ഓർത്തെടുക്കാനുള്ളൊരു വാക്ക് മഹാനവർ അവിടെയാണ് പറഞ്ഞത്. ഇസ്ലാം ഒഴിവാക്കിയാൽ നമ്മൾ ഒന്നിനും കൊള്ളില്ലെന്നാണ്. നമ്മൾ വിചാരിക്കുക നമ്മൾ വലിയ ഫാഷൻകാരാണെന്നൊക്കെ. ചെറുപ്പക്കാരുടെ ചില ഹെയർ സ്റ്റൈലുകൾ, ചില സലൂണിന്റെ പരസ്യം തന്നെ അങ്ങനെ എന്തൊക്കെയോ ഹെയർ സ്റ്റൈലുകൾ, ഒരു പല രീതിയിൽ. ഇതൊന്ന് പടിഞ്ഞാറ് നിന്ന് വരുന്ന സംസ്കാരമൊക്കെ നേരിട്ട് നമ്മുടെ ബാർബർമാരൊക്കെ അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കാൻ. അങ്ങനെ DJ ഒച്ചപ്പാടുകളും ബഹളങ്ങളൊക്കെ ആയി എയർ കണ്ടീഷൻ ചെയ്ത സലൂണുകളിൽ ഹറാമായ ഹെയർ കട്ട് നമ്മളെ മക്കൾ ഇങ്ങനെ റോഡിലൂടെ നടക്കുക. നമുക്കതുകൊണ്ട് മുസ്ലിം അല്ലാത്തവർക്ക് ഇവരെ കാണും എന്ത് തോന്നുന്ന ഹോമാളികൾ എന്നാണ് പറയുന്നത്. പക്ഷേ അച്ചടക്കമുള്ള ഇസ്ലാമിക വേഷം ധരിച്ച ഒരാൾ നടന്നാൽ, ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ നടന്നാൽ മിനിമം ജനങ്ങളുടെ ഖൽബിൽ അയാൾ ഒരു മതിപ്പ് അല്ലാഹു ഇട്ടുകൊടുക്കുന്ന. നമ്മൾ എത്ര ഫാഷനായിട്ടും കാര്യമില്ല, നമ്മളെക്കാളും ഫാഷനബിൾ ആയ ഒരു സമൂഹം ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒന്നുമല്ല, nothing compared to them. നമ്മൾ ഒന്നുമല്ല. ഏറ്റവും വലിയ ഫാഷനുകൾ ലോകത്തിന് സമ്മാനിക്കുന്ന സമൂഹങ്ങളുണ്ട് ഇവിടെ. മുസ്ലിമേതര മറ്റു പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോ നമുക്ക് അവർക്കിടയിൽ മത്സരിക്കേണ്ടത് ദുന്യാവ് കൊണ്ടല്ല, നമ്മൾ മത്സരിക്കേണ്ടത് ഇസ്ലാം കൊണ്ടാണ്. നമ്മൾ ഇസ്ലാമികമായ രീതിയിൽ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ, അവിടെയാണ് വിഷയം. അങ്ങനെയാണ് മുൻഗാമികൾക്ക് അല്ലാഹു തആല അഭിമാനം നൽകിയത്. ആ അഭിമാനം അതുകൊണ്ട് തന്നെ നമുക്കും അല്ലാഹു നൽകുകയുള്ളൂ. അല്ലാഹു നമ്മെയും ലോക മുസ്ലിമീങ്ങളെയും ഇസ്സത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അന്ന് റോമക്കാരുമായി, റോമൻസ് എന്ന യൂറോപ്പുകാർ, അവരുമായുള്ള യുദ്ധം നടക്കുമ്പോൾ അവരുടെ നേതാവ് റുസ്തും മുസ്ലിമീങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറാവുകയും മുസ്ലിമീങ്ങളെ തുരത്തിയോടിക്കാനുള്ള സർവ്വ സജ്ജീകരണങ്ങളും ആയുധവും സൈന്യവും റെഡിയാക്കി നിർത്തിയപ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐന തഫിറൂന മിന്നാ, നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുകയില്ല. എവിടെ? മുസ്ലിമീങ്ങൾ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയിലാണെന്ന് എണ്ണത്തിൽ, പക്ഷെ ഈമാനികമായ വണ്ണത്തിൽ അവർ വലുതാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഫവല്ലാഹി ലൗ സഅയ്തും മിനസ്സമാ ലഅംതറകുമുല്ലാഹു അലൈനാ മതറാ. ഞങ്ങളെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ആകാശത്തേക്ക് കയറിപ്പോയി എന്നിരിക്കട്ടെ, നിങ്ങളെ മഴത്തുള്ളികളായി ഞങ്ങളുടെ മുമ്പിലേക്ക് അല്ലാഹു ഇറക്കിത്തരും. മഴത്തുള്ളികളായി ഇറക്കിത്തരും. അല്ലാഹു നിങ്ങളെ മഴത്തുള്ളികളായി ഞങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കിത്തരും. നിങ്ങൾ എവിടേക്കാ ഓടുന്നത്? നിങ്ങൾ ആകാശത്തേക്ക് ഉയരുകയാണെങ്കിൽ നിങ്ങളെ അല്ലാഹു ഞങ്ങൾക്ക് മുമ്പിൽ ഇറക്കിത്തരും. ഈ ഒരു വാക്കിന്റെ ധൈര്യം കേട്ടപ്പോഴാ റുസ്തും പിന്മാറിയതെന്ന്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ യുദ്ധത്തിനില്ലേ എന്ന് പറഞ്ഞു. ആ ഒരു ഈമാനികമായ ധൈര്യം. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് തരത്തിലാണ് നമുക്ക് അവസാന ഉപദേശം തന്നത്. 3 വിഷയങ്ങളാണ് ഇതിൽ നബി തങ്ങൾ പരാമർശിച്ചത്. ഒന്ന്, ഗദീറു ഖം എന്ന് പറയുന്ന ശിആ വിശ്വാസികളൊക്കെ ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ച ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ എന്ന അവസാനത്തെ ഫേവൽ പിൽഗ്രിമേജ്, ഹബീബിന്റെ അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നു. മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഖം എന്ന് പറയുന്ന പ്രദേശത്തൊരു കിണറുണ്ട്. ആ കിണറിന്റെ അരികിൽ ഹബീബായ നബി തങ്ങളും സ്വഹാബികളും ഇരിക്കുമ്പോ അവിടുന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ കണ്ടുമുട്ടണമെന്നില്ല.
ഇനി ഒരിക്കൽ ഒരു കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, തറക്തു ഫീകും അംറൈൻ, രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നുകൊണ്ടാണ് ഞാൻ ലോകത്തോട് യാത്ര പറയുന്നത്. രണ്ട് വിഷയം നിങ്ങളുടെ കൈകളിലുണ്ട്. മാ തമസ്സക്തും ബിഹിമാ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു തആല യാതൊരു പ്രയാസമോ പരാജയമോ വരുത്തുകയില്ല. വിജയമല്ലാതെ നിങ്ങൾ വഴിപഴച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. രണ്ട് വിഷയങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞത്, കിതാബല്ലാഹി വഇസ്റതി, ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്, മറ്റൊന്ന് എന്റെ കുടുംബമാണ്, എന്റെ അഹ്ലു ബൈത്താണ്, എന്റെ സയ്യിദന്മാർ, എന്റെ തങ്ങന്മാർ. എന്റെ കുടുംബ പരമ്പരയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ കടന്നു വരുന്ന മക്കളിൽ ഈ സമൂഹത്തിൽ എന്റെ ചോര ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സയ്യിദന്മാർ, തങ്ങന്മാർ, ആ സയ്യിദന്മാരെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം, അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം, ഈ രണ്ട് നേതൃത്വം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ലൻ തദില്ലു, നിങ്ങൾക്ക് പിഴവുണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ പ്രയോഗം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, അല്ലാഹുവിന്റെ കിതാബും അവന്റെ ദൂതനായ എന്റെ സുന്നത്തും നിങ്ങളുടെ കൈകളിൽ ഞാൻ തരുന്നു, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയമില്ല. രണ്ട് ഹദീസും കൂടെ നോക്കിയാൽ മൂന്ന് കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ ഖുർആനും ഹബീബിന്റെ സുന്നത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത്, അവിടുത്തെ കുടുംബം. ഈ മൂന്നും മുറുകെ പിടിക്കേണ്ടവരാണ് നമ്മൾ. സയ്യിദന്മാർ ഈ സമൂഹത്തിന് അല്ലാഹു നൽകുന്ന തണലല്ലയോ, അഷ്റഫുൽ ഖൽഖിന്റെ ചോരയല്ലയോ അവിടെ രക്തത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ, ഫാത്തിമ ബീവി ഹബീബിന്റെ മക്കളിൽ പെൺകുട്ടിയാണ്, പക്ഷേ നമ്മുടെ പെൺമക്കളെ പോലെയല്ല. ഫാത്തിമ ബീവിയിലൂടെ ജനിക്കുന്ന മക്കൾ ഹബീബിന്റെ ആൺമക്കളിലൂടെ ജനിക്കുന്ന പോലെ ഹബീബിന്റെ ചോരയാണെന്നും ആ പരമ്പര ഹബീബിന്റെ പരമ്പരയാണെന്നും നിങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ പെൺകുട്ടികളിൽ ജനിക്കുന്ന മക്കൾ അവരുടെ ഭർത്താക്കന്മാരിലേക്കാണ് ചേർത്തി പറയുന്നതെങ്കിൽ എന്റെ മക്കൾ അങ്ങനെയല്ല. ഇവരെന്റെ അഹ്ലു ബൈത്താണ് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമയെ, ഗദീർ ഖം എന്ന് പറയുന്ന ഖമ്മിലെ ആ കുളത്തിന്റെ അരികത്ത്, ആ പ്രവിശാലമായ ഒരു കുളമുണ്ടായിരുന്നവിടെ, അല്ലെങ്കിൽ ഒരു വിശാലതയുള്ള കിണർ, അതിന്റെ അരികത്ത് വെച്ച് പുതപ്പിട്ട് മൂടിയിട്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇവരാണ് എന്റെ അഹ്ലു ബൈത്ത്, ഇവരെന്റെ അഹ്ലു ബൈത്താണ്, ഇവരെ മുറുകെ പിടിച്ചോളൂ. അല്ലാഹു സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ കീഴിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. സയ്യിദന്മാർ തന്നെ ആ ഒരു നേതൃത്വത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല, അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. അത് പാണക്കാട് സയ്യിദന്മാരാണെങ്കിലും, കുമ്പോൽ സയ്യിദന്മാരാണെങ്കിലും, ജിഫിരി കുടുംബമാണെങ്കിലും, നമ്മുടെ കണ്ണൂരിന്റെ പല പരിസര ഭാഗത്തുമുള്ള ഒരുപാട് സയ്യിദ് കബീലകളുണ്ട്. ഒരുപാട് മറന്നുപോയി, കുറെ സയ്യിദ് കബീലമാർ, സയ്യിദന്മാരുടെ തങ്ങന്മാരുടെ കബീലമാർ ഒരുപാട് ഒരുപാട് ഒരുപാട്. എല്ലാം ഹബീബായ ലിബിതങ്ങളിലേക്ക് ചേരുന്ന ചോരയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വളരെ മൃഗീയമായി അന്ന് അടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തപ്പോ അന്നത്തെ വാസിഖു ബില്ലാഹ് എന്ന അന്നത്തെ ഭരണാധികാരി, അദ്ദേഹം അടിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരെ. മുഅ്തസിം ബില്ലാഹ് എന്ന ഭരണാധികാരി അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ ക്രൂരമായി ശിക്ഷിച്ചിട്ടുള്ള ഭരണാധികാരിയാണ്. ഒരൊറ്റ തെറ്റാ ചെയ്തത് അഹ്മദ് ഹംബൽ തങ്ങൾ, തെറ്റല്ല. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹ് എന്ന് പറയുന്ന പോലെ അവരുടെ കണ്ണിലുണ്ടായ തെറ്റ് എന്ത്? ശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം സൃഷ്ടിക്കപ്പെട്ടതല്ല. അല്ലാഹുവിന്റെ വചനങ്ങൾ അല്ലാഹുവിന്റെ സിഫത്താണ്, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ ദാത്ത് പോലെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അപ്പോ സയ്യിദന്മാരെ എന്ത് ചെയ്യണ്ട, ചീത്ത പറയാൻ വേണ്ടി പോണ്ട. ആരും ചീത്ത പറയണ്ട. പറയേണ്ട വിഷയങ്ങൾ ആലിമീങ്ങൾ തുറന്നു പറഞ്ഞു തരും. ആരൊക്കെയാണ് ഫ്രോഡ്, ആരൊക്കെയാണ് തട്ടിപ്പ്, ഇതൊക്കെ ആലിമീങ്ങൾ അവരുടെ ദൗത്യം നിർവഹിക്കും. അത് ഗീബത്തും നമീമത്തായി കൂട്ടുകയുമില്ല. പക്ഷെ പൊതുജനങ്ങൾ എന്ത് ചെയ്യരുത്, ഒന്നും പറയാൻ നിൽക്കണ്ട. പൊതുജനങ്ങളായ ആളുകളൊന്നും ഇടപെടരുത്. സമിഅനാ വഅതഅന, നമ്മൾ കേട്ടു, അനുസരിച്ചു. നമുക്ക് നിർദ്ദേശം നൽകിയ ആളുകൾ അവരും പടച്ചവനും തമ്മിലാ ബാക്കിയുള്ള ഇടപാട്.
സയ്യിദന്മാർ. ഈ ഉമ്മത്തിന് അല്ലാഹു തആല അപകടങ്ങളുടെ മഹാസമുദ്രത്തിലേക്ക് ഈ സമൂഹത്തിന്റെ നൗക പോകുമ്പോൾ രക്ഷപ്പെടാനുള്ള രക്ഷാ കവചമായി പറഞ്ഞ 3 വിഷയങ്ങളിൽ ഒന്നാണ് സയ്യിദന്മാർ. രണ്ടാമത്തെ വിഷയം ഹബീബായി നബിയുടെ ചര്യയാണ്, സുന്നത്താണ്. മൂന്നാമത്തേത് കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്. അല്ലാഹുവിന്റെ കിതാബ് വിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്നു തൗറാത്തിന്റെ ഒരു കഷ്ണവുമായി. തൗറാത്ത് ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നാണ് പറയാ, പഴയ നിയമം. ഇന്ന് ബൈബിൾ പുസ്തകത്തിന്റെ കൂടെ കാണാൻ പറ്റും പഴയ നിയമവും പുതിയ നിയമവും. ഗോസ്പൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കിതാബ് സബൂർ ഉണ്ട്, സങ്കീർത്തന പുസ്തകം എന്ന് പറയുന്ന. അതൊന്നും ആ ഒറിജിനൽ അല്ല, ദാവൂദ് നബിക്ക് ഇറങ്ങിയ കിതാബല്ല അതൊന്നും, ഈസാ നബിയുടെ ഇഞ്ചീലല്ല അതൊന്നും, മൂസാ നബിയുടെ തൗറാത്തല്ല ഇന്ന് ക്രിസ്ത്യാനികൾ കൊണ്ടു നടക്കുന്നതെന്നും നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്, അവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മദീനയിലൂടെ നടക്കുമ്പോഴാ ഒരു ജൂതൻ ഒരു കടലാസ് കൊടുത്തത്, ഉമറേ ഇഖ്റ ഫീഹാ, ഒന്ന് വായിച്ചു നോക്കൂ. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താണ്? ഒന്നുമല്ല, കുറച്ച് ഹിക്മത്തുകളുണ്ട്, കുറച്ച് തത്വജ്ഞാനങ്ങളുണ്ട്, കുറച്ച് അറിവ് കിട്ടും. എന്താണിത്? ഇത് ബൈബിളാണ്, പഴയ നിയമമാണ്, തൗറാത്താണ്, തൗറാത്തിന്റെ കഷ്ണമാണ്. ഉമർ തങ്ങൾ അത് വാങ്ങിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിനുസ്ഖത്തിൻ മിനത് തൗറാത്ത്, തൗറാത്തിന്റെ ഒരു കഷ്ണവുമായി വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദിഹി നുസ്ഖത്തുൻ മിനത് തൗറാത്ത്, തൗറാത്തിന്റെ ഒരു കഷ്ണമാണ് നബിയെ ഇത് എന്ന് നബി ഞങ്ങളോട് പറയുകയും ചെയ്തു. അത് ഹബീബിന്റെ മുമ്പിൽ വായിക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു വായിക്കുന്നു, നബി ഞങ്ങൾ ഒന്നും പറയുന്നില്ല. ഫസകത നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഞങ്ങൾ മൗനം പാലിച്ചു. മൗനം പാലിച്ചു എന്ന് മാത്രമല്ല, വവജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതമഅറു വയതലവനു, ഹബീബായ നബി തങ്ങളുടെ മുഖം യതമഅറു വയതഗയ്യറു, ഹബീബിന്റെ മുഖത്ത് ഇങ്ങനെ ഭാവമാറ്റങ്ങൾ കണ്ടു തുടങ്ങി. മുഖത്ത് ഹബീബിന് ഇഷ്ടമില്ല എങ്കിൽ ഹബീബിന്റെ മുഖത്ത് ഭാവങ്ങൾ സ്വഹാബത്തിനറിയാം. കണ്ണ് ചമക്കാൻ തുടങ്ങി, ഹബീബിന്റെ മുഖത്ത് ദേഷ്യം വരക്കാൻ തുടങ്ങി. ഇതൊന്നും ഉമർ തങ്ങൾ കാണുന്നില്ല. ഉമർ എന്നവർ തൗറാത്ത് ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സകിലതുക സവാകിലു യബ്നൽ ഖാം, മോശമാണ് ഉമറേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലാ തറാ മാലി വജ്ഹി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം നിങ്ങൾ കാണുന്നില്ലയോ? ഉമർ തങ്ങൾ അപ്പോഴാണ് നോക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം ചമന്ന് തുടുത്തു നിൽക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അവിടെ അംസഖല്ലാഹു അഖ്ലക എന്നാണ് അന്ന് സിദ്ദീഖ് എന്നവർ പറഞ്ഞത്. ഉമറേ നിങ്ങളുടെ ബുദ്ധി തന്നെ അല്ലാഹു മാറ്റിക്കളഞ്ഞല്ലോ. അലാ തറാ മാ ബിവജ്ഹി റസൂലില്ലാഹ്, ഇത് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അഊദു ബില്ലാഹി മിൻ ഗളബില്ലാഹി വ ഗളബി റസൂലിഹി, അല്ലാഹുവിന്റെ കോപവും അവന്റെ ഹബീബിന്റെ കോപവും എനിക്ക് വരാതിരിക്കട്ടെ. റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ, അല്ലാഹു റബ്ബാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടു നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്നും തൃപ്തിപ്പെട്ടു നബിയേ, ഇസ്ലാം എന്റെ മതമാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടു നബിയേ എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോഴാണ്, അമുതവഹിഖൂന ഫീഹാ യബ്നൽ ഖത്താബ്, നിങ്ങൾ തൗറാത്ത് നോക്കുകയാണോ? ഖത്താബിന്റെ മോനെ, നിങ്ങൾക്ക് തൗറാത്ത് വേണോ ഖുർആനുള്ളപ്പോ? അലമ്മാറ്റിക്കും ബിഹാ ബൈളാ നഖിയ്യ, സംശുദ്ധമായ ഒരു മാർഗരേഖ ഇസ്ലാം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ലയോ? വല്ലദീ നഫ്സി ബിയദി, നോക്കണം ഹബീബായ നബി നിങ്ങൾ എന്താ പറയുന്നത്? വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ ബദാലകും മൂസാ ഫതബിഅ്തുമൂഹു, മൂസാ നബി അലൈഹിസ്സലാം തന്നെ ജീവനോടെ ഇങ്ങ് മദീനയിലേക്ക് വന്നു എന്നിരിക്കട്ടെ. മൂസാ നബി തന്നെ വന്നു, തൗറാത്ത് ഇറക്കപ്പെട്ട നബിയല്ലേ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി തന്നെ വന്നു എന്നിരിക്കട്ടെ. ഫതബിഅ്തുമൂഹു, മൂസാ നബിയെ നിങ്ങൾ പിൻപറ്റുകയും വതറക്തുമൂനി, ഞാൻ ജീവിച്ചിരിപ്പുള്ള കാലം
എന്റെ കാലശേഷമാണ് മൂസാ നബി വന്നത് എന്നിരിക്കട്ടെ, എന്നെ നിങ്ങൾ ഉപേക്ഷിക്കുകയും മൂസാ നബിയുടെ കൂടെ നിങ്ങൾ പോവുകയും ചെയ്താൽ ضللتم سواء السبيل, സന്മാർഗത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് വഴിതെറ്റിയായിരിക്കും ജീവിക്കുന്നത്. ഞാൻ ജീവിച്ചിരിപ്പുള്ള കാലം സാക്ഷാൽ മൂസ നബി തന്നെ വന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ എന്നെ പിൻപറ്റാതിരിക്കുകയും മൂസ നബിയെ പിൻപറ്റുകയും ചെയ്താൽ ലളലൽതും സവാഅ السبيل, നിങ്ങൾക്ക് സന്മാർഗം നഷ്ടപ്പെടും. ഉമറേ, വല്ലാഹി ലൗ കാന മൂസാ ഹയ്യാ, മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മാ വസിഅഹു ഇല്ലാ അൻ യത്തബിഅനി, എന്നെ പിൻപറ്റുകയല്ലാതെ മറ്റൊരു വഴിയും മൂസാ നബിക്കുണ്ടാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ എന്താ ഇതിന്ന് പഠിക്കുന്നത്? കിതാബ് അല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമുണ്ടായിരിക്കെ വിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന മറ്റു മതങ്ങളുടെ ആചാരങ്ങൾ സ്വീകരിക്കുന്നത്, മറ്റു മതങ്ങളുടെ സംസ്കാരങ്ങൾ നമ്മൾ ആചരിക്കുന്നത് നമ്മൾ നിസ്സാരമായി വിചാരിക്കും. ഇപ്പൊ നമ്മള് എന്തു പറയാ, എന്താ നമ്മൾ കാവിത്തുണി എന്ന് പറയില്ലേ, നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളെ, ജാഫറാൻ എന്നാണ് അറബിയിൽ ആ നിറത്തിന് പറയുന്ന പേര്. മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തൽബസുഹാ, മുസ്ലിമീങ്ങളായ ആളുകളെ നിങ്ങൾ അത് ധരിക്കല്ലേ, ഫഇന്നഹാ ലിബാസുൽ കുഫാർ, അത് അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ ധരിക്കുന്ന വസ്ത്രമാണ്, മുസ്ലിമീങ്ങൾക്കത് വേണ്ട എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അത്ഭുതം മക്കയിലെ ഹദീസ് തങ്ങൾ പറയും, മദീനയിൽ സംഭവം നബി തങ്ങൾ പറയുമ്പോൾ ഖാവി ഉടുക്കുന്ന ഒരാളും അന്ന് മദീനയിലില്ല. പക്ഷേ തങ്ങൾ പറഞ്ഞു, ഇന്ത്യക്കാരും അല്ലാത്തവരുമായ ഹൈന്ദവ വിശ്വാസികളും അല്ലാത്തവരുമൊക്കെ ഉടുക്കുന്ന ഈ വസ്ത്രം ഇത് കുഫറിന്റെ അടയാളമാണ് എന്ന് നബി തങ്ങൾ കാലേക്കുട്ടി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ചിലപ്പോൾ ചില ഗൾഫിലൊക്കെ ബാച്ചലർ റൂമിലൊക്കെ കാണാം, എത്രയോ മുസ്ലിമീങ്ങളായ ആളുകൾ കൂളായിട്ട് കാവി തുണിയാണ്, ഒരു കൂളായിട്ട് നമ്മൾ വിഷയാക്കാറില്ല. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളത് ചെയ്യല്ലേ. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ സംസ്കാരം നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്. ഇത് മറ്റു മതവിശ്വാസികളോട് വിദ്വേഷമുണ്ടാവാനല്ല, ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരാൾക്ക് പരിപൂർണമായും നിങ്ങൾ ഇസ്ലാമിനകത്തേക്ക് വരണം, പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വരണം. നിങ്ങൾ മുസ്ലിമീങ്ങളായി ജീവിക്കുന്നത് ലോകത്തിന് നന്മയെ ഉണ്ടാവൂ, മുസ്ലിമീങ്ങളായി ജീവിക്കുന്നിടത്ത് നന്മയെ ഉണ്ടായിട്ടുള്ളൂ. ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോഴാണ് ചീത്തപ്പേരുണ്ടായത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു സത്യവിശ്വാസിയെ കൊല്ലുന്നത്, ഒരു സത്യവിശ്വാസിനിയെ കൊല്ലുന്നത് അള്ളാഹുവിന്റെ കഅബാലയം കഷ്ണം കഷ്ണമായി പൊട്ടിച്ചു നശിപ്പിക്കുന്നതിനേക്കാളും ഗൗരവമാണെന്ന് കഅബാലയത്തെ നോക്കി പറഞ്ഞിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആഭാസങ്ങള്, കൊലപാതകങ്ങൾ, എന്ത് ദൗല ഇസ്ലാമിയ, എന്ത് ഇസ്ലാമിക ഭരണമാണിത്? മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെ, ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, സാധാരണക്കാരെ, സിവിലിയൻസിനെ മുഴുവനും വെടിവെച്ചിട്ടും ക്രൂരമായും കൊന്നുകളയുമ്പോ ഇതും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധം? ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ച നബി തങ്ങളാ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ കഅബാലയം നമ്മൾ 5 നേരം ഇന്ന് നിസ്കരിക്കുന്ന സുജൂദിന്റെ ഖിബലയായി വെക്കുന്ന, തക്ബീർ ചൊല്ലാൻ ഖിബലയാക്കി വെക്കുന്ന, കിടന്നുറങ്ങുമ്പോൾ സുന്നത്ത് കിട്ടാൻ തിരിഞ്ഞു നിൽക്കുന്ന, വുളു എടുക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യുന്ന അല്ലാഹുവിന്റെ കഅബാലയം, ആ കഅബാലയം ലയഹ്ദിമൽ കഅബത ലബിനതൻ ലബിന, കഅബയെ ഓരോരോ കല്ലുകളായി ഓരോന്നോരോന്നായി കഅബാലയം പൊളിച്ചു മാറ്റുന്നതാണ്. പൊളിച്ചു മാറ്റുന്നതിനേക്കാളും ഗൗരവമാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ, ആണോ പെണ്ണോ കുട്ടിയോ ആകട്ടെ, അവരെ വധിക്കുന്നത് കഅബാലയം പൊളിക്കുന്നതിനേക്കാളും ഗൗരവമാണെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവർക്കും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധമാ ഉള്ളത്? ഒരു മുസ്ലിം ഖുർആൻ പറഞ്ഞ പോലെ ജീവിക്കുമ്പോൾ മനുഷ്യർക്ക് സമാധാനം, അയൽവാസികൾക്ക് സമാധാനം, വീട്ടുകാർക്ക് സമാധാനം, നാട്ടുകാർക്ക് സമാധാനം. കിതാബല്ലാഹി വസുന്നത റസൂലിഹി വഇശ്റത റസൂലിഹി, അല്ലാഹുവിന്റെ കിതാബും നബി തങ്ങളുടെ സുന്നത്തും ഹബീബിന്റെ കുടുംബവും. അല്ലാഹു നമുക്ക് ഈ മാതൃകയിൽ മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലില്ലേ?
صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على محمد وعلى آل سيدنا محمد بارك وسلم عليه اللهم صل على سيدنا محمد وبارك وسلم عليه